Okay, good morning to all. Okay, last few classes we have already discussed about that is basic laws of radiation and what is that that is opaque body, gray body. Okay, these are the things we have discussed in last few classes. And today I will discuss about what is that heat, how the heat exchange between or how the radiation between gray surface. Okay, how the radiation will transfer between gray surface. Okay, or we have to introduce some of the new terms, that is radiosity J and radiosity J and irradiation G. Okay, I have to introduce new terms, that is irradiation G and radiosity J. Okay, generally we guys are already know that what is that black surface. Okay, black surface which absorb all incident energy. What is that? Black surface which absorb all incident energy. Okay, but in the case of gray surface, there are there are reflections. There are reflections or re-reflections. Okay, that means the heat exchange involves the summation of energy absorbed on each incident on the surface. Normally ഗ്രേ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, അവിടെ എന്താ ഉള്ളത്, ഇൻസിഡന്റ് എനർജി വരുന്ന ഇൻസിഡന്റ് എനർജി എന്ത് ചെയ്യുന്നു, ബ്ലാക്ക് സർഫസ് ആണെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ നമുക്ക് ഗ്രേ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ടാവും, അവിടെ റിഫ്ലക്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്തുണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പൊ പുതിയൊരു ടേമും കൂടെ നമുക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു ടേമാണ് ഇർറേഡിയേഷൻ ജി. എന്താണ് ഈ ഇർറേഡിയേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഒരു സർഫസ്, ഇതാണ് നമ്മുടെ ഈ സർഫസ്. ലെറ്റ് us കൺസിഡർ ദി സർഫസ് ഈസ് ആൻ ഒപെക് ഗ്രേ ഓർ ദാറ്റ് ഈസ് ഒപെക് ഗ്രേ ആൻഡ് ഡിഫ്യൂസ് സർഫസ്. എന്തൊക്കെയാണ് ഒപെക് ഗ്രേ and diffuse surface. What means opaque? Opaque എന്ന് പറഞ്ഞാൽ എന്താ, whether transmittivity equal to എന്താണ് സീറോ. opaque എന്നുള്ള കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്താ വരുന്നത്, ട്രാൻസ്മിറ്റിവിറ്റി ഈക്വൽ ടു സീറോ ആണ്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത, നമുക്കറിയാം നോർമലി വരുന്നത് എന്താ, ആൽഫ പ്ലസ് റോ പ്ലസ് ട്രാൻസ്മിറ്റിവിറ്റി ആണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, 1 വരുന്നുണ്ടാവുക. അപ്പൊ ഒപെക് ആവുമ്പോൾ ഇത് എന്തായി പോയി, സീറോ ആയി പോയി. അപ്പൊ എന്താ പ്രത്യേകത, ആൽഫ പ്ലസ് റോ ഈക്വൽ ടു എന്തായിട്ട് വന്നു, 1 ആയിട്ട് വന്നു. ആൽഫ പ്ലസ് റോ ഈക്വൽ ടു എന്തായിട്ട് വന്നു, 1 ആയിട്ട് വന്നു. അറ്റ് ദ സെയിം ടൈം എന്താണ് ഈ ഡിഫ്യൂസ് സർഫസ് എന്ന് പറഞ്ഞാൽ, ഡിഫ്യൂസ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫ്യൂസ് സർഫസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഇൻഡിപെൻഡന്റ് ഓഫ് ഡയറക്ഷൻ. എന്താ പറയുന്നത്, ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ഡയറക്ഷൻ. ഇൻഡിപെൻഡന്റ് ഓഫ് ഡയറക്ഷൻ, ഒരു സൈഡിലേക്ക് മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല അബ്സോർബ് ചെയ്യും, എല്ലാ സൈഡിൽ നിന്നുള്ളതും ഡിഫ്യൂസ് ചെയ്യും. ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ഡയറക്ഷൻ എന്താണ്, ഡിപ്പെൻഡ് ചെയ്യില്ല. ഡയറക്ഷൻ എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോ എന്താണ് ഈ ഗ്രേ സർഫസ് എന്ന് പറയുമ്പോൾ, അപ്പൊ ഒരു സർഫസ് കിട്ടി, 2 സർഫസ് നമുക്ക് കിട്ടി. അടുത്ത എന്താ ഉദ്ദേശിക്കുന്നത്, ഗ്രേ സർഫസ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, ഗ്രേ സർഫസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, വിച്ച് ഇൻഡിപെൻഡന്റ് ഓഫ് വേവ് ലെങ്ത്, വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്, വേവ് ലെങ്ത്. ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്, വേവ് ലെങ്ത്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 3 കേസസ്. കിട്ടിയ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്, ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഏതൊക്കെയാണ്, ഒപെക് ആണ്. ഒപെക് എന്ന് പറയുമ്പോൾ എന്താ, ട്രാൻസ്മിറ്റിവിറ്റി 0 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ പ്ലസ് റോ ഈക്വൽ ടു 1 ആണ്. രണ്ടാമത്തെ കേസ് ഗ്രേ സർഫസ് ആണ്. ഗ്രേ സർഫസിന്റെ പ്രത്യേകത എന്താ, വിച്ച് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്, വേവ് ലെങ്ത് ആണ്. മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞ എന്താ, ഡിഫ്യൂസ് സർഫസ് ആണ്, വിച്ച് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്, ഡയറക്ഷൻ ആണ്. വിച്ച് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്, ഡയറക്ഷൻ ആണ്. ഇതാണ് നമ്മുടെ 3 കേസസ്. ഇങ്ങനത്തെ ഒരു ബോഡിയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. Let us consider total amount of incident radiation. നോക്കട്ടാ, total amount of radiation അല്ലെങ്കിൽ total amount of radiation incident per unit area per unit time is known as irradiation. That is represented by G. എന്താണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. എത്രത്തോളം എമൗണ്ട് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് റേഡിയേഷൻ ആണ് ഒരു സർഫസിന്റെ യൂണിറ്റ് ഏരിയയില് യൂണിറ്റ് ടൈമിൽ ഇൻസിഡന്റ് ആവുന്നത്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇർറേഡിയേഷൻ. ദാറ്റ് ഈസ് represented by G. The unit, that is watt per meter square.
യൂണിറ്റ് ദാറ്റ് ഈസ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഡബ്ല്യു പെർ മീറ്റർ സ്ക്വയർ, വെബ് ഡബ്ല്യു പെർ മീറ്റർ സ്ക്വയർ കിട്ടിയല്ലോ ഇർറേഡിയേഷൻ. അപ്പൊ അതാണ് ഇർറേഡിയേഷൻ. പുതിയ ടൈം ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇൻസിഡന്റ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് ഇർറേഡിയേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അടുത്തത് ഇതേപോലെ തന്നെ. അപ്പൊ എന്താ പ്രത്യേകത? അപ്പൊ എല്ലാ റേഡിയേഷനും എന്ത് ചെയ്തു? സർഫസിനകത്ത് ഇൻസിഡന്റ് ആയി. ആ ഇൻസിഡന്റ് ആയിട്ടുള്ള നമ്മൾ എന്ത് പറഞ്ഞു? ഇർറേഡിയേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ബോഡി എന്താണ്? ബ്ലാക്ക് ബോഡി ആണോ? അല്ല. ബ്ലാക്ക് ബോഡി ആണെങ്കിൽ എന്താ പ്രത്യേകത? ഇൻസിഡന്റ് ആവുന്ന എല്ലാ റേഡിയേഷനും അത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഇൻസിഡന്റ് ആവുന്ന എല്ലാ റേഡിയേഷനും അത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ എന്ത് ചെയ്യുന്നു? കുറച്ച് റേഡിയേഷൻ, ശ്രദ്ധിക്കാട്ടോ, കുറച്ച് റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ റിഫ്ലക്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ എന്താണ്? റോ. റിഫ്ലക്ഷൻ കുറച്ച് എന്ത് ചെയ്യുന്നു? റേഡിയേഷൻ റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ഓ. ദ റിഫ്ലക്ഷൻ എനർജി ദാറ്റ് ഈസ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് എനർജി, റിഫ്ലക്റ്റീവ് എനർജി ഈസ് റെപ്രസെന്റഡ് ബൈ എന്താണ്? റോ ജി. റിഫ്ലക്റ്റീവ് എനർജി ഈസ് റെപ്രസെന്റഡ് ബൈ റോ ജി. അത് മാത്രമല്ല കുറച്ച് എമൗണ്ട് ഓഫ് എന്ത് ചെയ്യുന്നുണ്ടാവും? കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? റേഡിയേറ്റ് ചെയ്യുന്നുണ്ടാവും. റേഡിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എമിറ്റ് ചെയ്യുന്നുണ്ടാവും. കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? റേഡിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? എമിറ്റ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എന്താണ്? ഇ. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഇ. മനസ്സിലായോ? അപ്പൊ ഇനി എന്താണ് ജെ എന്നറിയോ? ടോട്ടൽ, ദാറ്റ് ഈസ് ടോട്ടൽ റേഡിയന്റ് എനർജി, ടോട്ടൽ റേഡിയന്റ് എനർജി ലീവിംഗ് ദ സർഫസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് എന്താണ്? റേഡിയോസിറ്റി ജെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഒപെക് ആണ്, നോൺ ബ്ലാക്ക്, ദാറ്റ് ഈസ് ഒപെക് ആണ്, ഗ്രേ ആണ്, ഡിഫ്യൂസ് സർഫസ് ആണ്. അപ്പൊ എന്താ പ്രത്യേകത? അവിടെ ഒരു റേഡിയന്റ് എനർജി അല്ലെങ്കിൽ എനർജി ഇൻസിഡന്റ് ആവുമ്പോൾ ആ എനർജി എന്ത് ചെയ്യുന്നുണ്ടാവും? അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നുണ്ടാവും? എമിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ ടോട്ടൽ ആയിട്ട് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് റേഡിയോസിറ്റി ജെ. നമ്മൾ ടോട്ടലി പറയുന്ന പേരാണ് റേഡിയോസിറ്റി ജെ. മനസ്സിലായല്ലോ? ഇൻസിഡന്റ് ആയിട്ടുള്ള റേഡിയേഷൻ സം എമൗണ്ട് എന്ത് ചെയ്യുന്നു? റേഡിയേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇ, ദാറ്റ് ഈസ് എമിസീവ് പവർ. കുറച്ച് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു. അതാണ് റിഫ്ലക്റ്റീവ് എനർജിയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? റോ ജി. സോ ഇൻ ദാറ്റ് ഈസ് ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ പറയുന്നത് റേഡിയോസിറ്റി. സോ റേഡിയോസിറ്റി ജെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് റോ ജി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇ പ്ലസ് റോ ജി. കിട്ടിയോ? ഇ പ്ലസ് റോ ജി. ഇനി നമ്മളിവിടെ രണ്ട് ടേംസ് ആണ് പുതിയത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ എഴുതുന്നത് നമുക്കറിയാലോ, ജെ ഈക്വൽ ടു ഇ പ്ലസ് റോ ജി ആണ്. മനസ്സിലായി? ഓക്കെ. ഇനി ഇ എന്ന് വെച്ചാൽ എന്താ? ഇ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ടേംസ് അറിയാമോ? നമുക്കറിയാം എമിസിവിറ്റി, നമ്മൾ മുന്നേ പഠിച്ചിട്ടല്ലേ? എമിസിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എമിസീവ് പവർ ഓഫ് എനി ബോഡി ഡിവൈഡഡ് ബൈ എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇ. ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു എമിസിവിറ്റി ഇൻറ്റു ഇ ബി. അപ്പൊ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാം. എന്താണ്? എമിസിവിറ്റി ഇൻറ്റു ഇ ബി പ്ലസ് റോ ജി. അവിടെ ഉണ്ട് റോ. നമ്മളറിയാം, നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ, ബോഡി എന്നുള്ളത് എന്താ പ്രത്യേകത? നമ്മൾ പറഞ്ഞത് ബോഡി എന്നുള്ളത് ഒപെക് ആണ്. ഒപെക്കിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? ആൽഫ പ്ലസ് റോ ഈക്വൽ ടു 1. ടൗ എന്നുള്ളത് എന്തായി പോയി? 0 ആയി. ട്രാൻസ്മിറ്റിവിറ്റി. ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റോ. റോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് ആൽഫ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് റീപ്ലേസ് ചെയ്യാം? 1 മൈനസ് ആൽഫ ഇൻറ്റു ജി. 1 മൈനസ് ആൽഫ ഇൻറ്റു ജി. ഇത് നമുക്കറിയാം ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ബൈ കിർച്ചോഫ്സ് ലോ. ബൈ എന്താണ്? ബൈ കിർച്ചോഫ്സ് ലോ ആൽഫ ഈക്വൽ ടു എന്താണ്? എമിസിവിറ്റി. ദാറ്റ് ഈസ് അബ്സോർബിവിറ്റി ഈക്വൽ ടു അബ്സോർബിവിറ്റി ഈക്വൽ ടു എന്താണ്? എമിസിവിറ്റി. സോ ജെ ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ ഇൻറ്റു ഇ ബി പ്ലസ് 1 മൈനസ് എമിസിവിറ്റി ഇൻറ്റു ജി. 1 മൈനസ് എമിസിവിറ്റി ഇൻറ്റു ജി. ഇതാണ് നമ്മൾ എന്തെന്നുള്ള നൊട്ടേഷൻ? ദാറ്റ് ഈസ് റേഡിയോസിറ്റിയുടെ നൊട്ടേഷൻ. കിട്ടിയോ? റേഡിയോസിറ്റി നൊട്ടേഷൻ കിട്ടിയോ? എന്താ പറയുന്നത്? ജെ. റേഡിയോസിറ്റി ജെ ഈക്വൽ ടു എപ്സിലോൺ ഇ ബി പ്ലസ് 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു ജി. ഇതിനകത്ത് നമുക്ക് പുതിയൊരു നൊട്ടേഷൻ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനൊപ്പം തന്നെ എഴുതി വെക്കുന്നു. നമുക്ക് അടുത്തൊരു സ്ഥലത്ത് ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാം. ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന്, ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഇ എന്ന് വെച്ചാൽ എമിസിവിറ്റി ആണ്, ഇ ബി എന്ന് വെച്ചാൽ എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി ആണ്, ജി എന്ന് പറഞ്ഞാൽ ഇറേഡിയേഷൻ ആണ്. ഓക്കെ. ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കാം. എന്താണ് ഇറേഡിയേഷൻ ജി? ഇറേഡിയേഷൻ ജി എന്നുള്ളത് ഇതിനകത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇറേഡിയേഷൻ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ജെ മൈനസ് എപ്സിലോൺ ഇ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ. കിട്ടിയോ? ഇതും അവിടെ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് പിന്നീട് ഒരു സ്ഥലത്ത് നമുക്ക് ആവശ്യം വരും.
മനസ്സിലായോ എങ്ങനെയാ വന്നത്? ജെ മൈനസ് എങ്ങനെയാ മനസ്സിലായത്? എങ്ങനെയാ വന്നത്? ജെ മൈനസ് എപ്സിലോൺ ഇ ബി അല്ലെ, ജി ഈക്വൽ ടു ജി 1 മൈനസ് എപ്സിലോൺ ജി എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ജെ മൈനസ് എപ്സിലോൺ ഇ ബി. അപ്പൊ അത് കിട്ടി, ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ. കിട്ടിയല്ലോ. ഈ ഒരു കോൺസെപ്റ്റും ഈ ഇറേഡിയേഷൻ എന്നുള്ള ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. രണ്ട് ടേം നമുക്ക് കിട്ടി. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് റേഡിയോസിറ്റിയും കിട്ടി, അതുപോലെ തന്നെ ഇറേഡിയേഷൻ ജി കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് നെറ്റ് എനർജി ലീവിംഗ് ദ സർഫസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണ്? നെറ്റ് എനർജി ലീവിംഗ് ദ സർഫസ്. അത് എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സർഫസ് എടുത്തു. ആ സർഫസ് എന്താണ്? ഒപെക് ആണ്, ട്രാൻസ്മിറ്റിവിറ്റി ഈക്വൽ ടു 0. ഗ്രേ സർഫസ് ആണ്, ദാറ്റ് ഈസ് അവിടെ ഇൻസിഡന്റ് ആവുന്ന എല്ലാ റേഡിയേഷൻസും ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്? വേവ് ലെങ്ത് ആണ്. അടുത്ത എന്താണ്? ഗ്രേ കഴിഞ്ഞ ഡിഫ്യൂസ് ആണ്. ഡിഫ്യൂസ് ആവുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ ഇൻസിഡന്റ് ആവുന്ന റേഡിയേഷൻ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്? ഡയറക്ഷൻ ആണ്. മനസ്സിലായല്ലോ? ഇൻഡിപെൻഡന്റ് ഓഫ് ഡയറക്ഷൻ. 3 കാര്യങ്ങൾ മനസ്സിലായി. അപ്പോ ഇനി ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നെറ്റ് എനർജി ആണ്. നെറ്റ് എനർജി ലീവിംഗ് ദ സർഫസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നെറ്റ് എനർജി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നെറ്റ് എനർജി എന്താണ്? നെറ്റ് എനർജി ലീവിംഗ് ദ സർഫസ് കൺസിഡർ ചെയ്യുന്നു. നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഇതാണ് നമ്മുടെ സർഫസ്. ഈ സർഫസിലോട്ട് വരുന്ന ഇൻസിഡന്റ് വരുന്ന ആയിട്ടുള്ള റേഡിയേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് ജി. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം റിഫ്ലക്ട് ചെയ്യുന്ന റേഡിയേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് റോ ജി. അതുപോലെ തന്നെ കുറച്ച് എന്ത് ചെയ്യുന്നു? റേഡിയേറ്റ് ചെയ്ത് പോകുന്നു, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് ഇ. ഓക്കെ ആണല്ലോ, നമുക്കറിയാലോ. ഇനി ശ്രദ്ധിക്കാം. ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോകണം. നമുക്ക് നോക്കാം. ടോട്ടൽ എനർജി ഇൻസിഡന്റ്. ടോട്ടൽ എനർജി നമ്മൾ ശ്രദ്ധിക്കുക. ടോട്ടൽ എനർജി ഇൻസിഡന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഉണ്ടാവുക? ഇതാണ് ഇറേഡിയേഷൻ പെർ യൂണിറ്റ് ഏരിയ അല്ലേ. സോ ജി ഇൻറ്റു എ, അതാണ് ടോട്ടൽ എനർജി ഇൻസിഡന്റ്. ഇനി നമുക്കറിയാം ടോട്ടൽ എനർജി ലീവിംഗ്. ടോട്ടൽ എനർജി ലീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇവിടെ ഏതൊക്കെ എനർജിയാണ് ലീവ് ചെയ്യുന്നത്? ഇവിടെ നമുക്കറിയാം ദാറ്റ് ഈസ് ജനറലി ഇതിനെ നമ്മൾ ടോട്ടലി നമ്മൾ പറയുന്നത് എന്താ? റേഡിയോസിറ്റി ജെ ആണ്. സോ ടോട്ടൽ എനർജി ലീവിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു എ. എന്താണ്? ജെ ഇൻറ്റു എ. ഇനി നമുക്കറിയാം നെറ്റ് റേഡിയന്റ് എനർജി ലീവിംഗ് ദ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് റേഡിയന്റ് എനർജി ലീവിംഗ് ദ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് ഈസ് ജി. ആദ്യത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജി എ മൈനസ് ജെ എ. അപ്പൊ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ജി മൈനസ് ജെ ഇൻറ്റു എ. ഇതിനകത്തുനിന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ജി മൈനസ് ജെ എന്നോ ജെ മൈനസ് ജി എന്നോ ഏത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്തുനിന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം എന്താ വരുന്നത്. That is Q net, energy leaving surface per unit area. Q net A, energy leaving surface per unit area. Q net A, that is equal to J minus G. സാധാരണ ഇതിന്റെ G minus J ആണ്, അത് കുഴപ്പമില്ല, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. J minus G. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം റേഡിയോസിറ്റി അറിയാം. റേഡിയോസിറ്റിയുടെ ഇക്വേഷൻ അത് അവിടെ നിൽക്കട്ടെ. J റേഡിയോസിറ്റി Q net by A. അതിൽ J നമ്മൾ അവിടെ നിർത്തി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇറേഡിയേഷൻ ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്താണ്? ജെ മൈനസ്, ഇവിടെ നമ്മൾ മുകളിൽ എഴുതിയിട്ടില്ലേ, ജി ഈക്വൽ ടു ജെ മൈനസ് എപ്സിലോൺ ഇ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താ നമ്മൾ ചെയ്ത്? ജെ മൈനസ്, അത് അവിടെ നിൽക്കട്ടെ, ഫസ്റ്റ് ജെ അത് അവിടെ ഉണ്ട്, മൈനസ് നമ്മൾ എന്തിനാണ്? ജിക്കാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ജി എന്ന് വെച്ചാൽ എന്താ? ജെ മൈനസ് എപ്സിലോൺ ഇ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ഇങ്ങോട്ട് അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ വന്നു? ജെ ഇൻറ്റു 1 മൈനസ് ഇ എപ്സിലോൺ മൈനസ് ജെ മൈനസ് എപ്സിലോൺ ഇ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ. കിട്ടിയോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എന്ത് വരും? ജെ മൈനസ് 1 ജെ ഇൻറ്റു 1 ജെ മൈനസ് ജെ ഇൻറ്റു എപ്സിലോൺ ജെ എപ്സിലോൺ മൈനസ് ജെ പ്ലസ് എപ്സിലോൺ ഇ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ. ഇവിടെ നമുക്കറിയാം ഈ ജെയും കോമൺ ആണ്, അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു.
ജെയും ജെയും കോമൺ ആണ്, നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തു. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞത് മൈനസ് ജെ അല്ലേ, റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, എപ്സിലോൺ ടേക്ക് ഔട്ട്. എന്താ കാരണം, ഇവിടെ നമുക്ക് വരുന്ന എന്താ, ജെ എപ്സിലോൺ മൈനസ് ജെ എപ്സിലോണും ഉണ്ട്, പ്ലസ് എന്താ വരുന്നത്, എപ്സിലോൺ ഇ ബി ഉണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എപ്സിലോൺ പുറത്തേക്ക് എടുത്തു, ഇ ബി മൈനസ് ജെ ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ, എപ്സിലോൺ ഇൻറ്റു ഇ ബി മൈനസ് ജെ ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ. അപ്പൊ അത് നോക്കാം, അപ്പൊ അത് കിട്ടി. അപ്പൊ എപ്സിലോൺ ഇനി ഇതിനകത്ത് നമ്മൾ ക്യൂ നെറ്റ് ബൈ എ ആണ് നമ്മൾ ചെയ്തത്. ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നെറ്റ് റേഡിയന്റ് എനർജി ലീവിംഗ് ക്യൂ നെറ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എ. അപ്പൊ ഈ എ എന്നുള്ളത് മുകളിലോട്ട് പോയി, അപ്പൊ എങ്ങനെ വന്നു, എ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു ഇ ബി മൈനസ് ജെ ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ, 1 മൈനസ് എപ്സിലോൺ. ഈ ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് നോൺ ആസ് ഇ ബി മൈനസ് ജെ ഡിവൈഡഡ് ബൈ എങ്ങനെയായി 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു എ, 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എന്താണ്, എ എപ്സിലോൺ, 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ. ഇവിടെ നമ്മൾ കാണുന്ന 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോണിനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് നോൺ ആസ് സർഫസ് റെസിസ്റ്റൻസ്. എന്താ പറയുന്നത്, 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ, 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ നമ്മൾ പറയുന്ന പേരാണ് സർഫസ് റെസിസ്റ്റൻസ്. എന്താ പറയുന്നത്, സർഫസ് റെസിസ്റ്റൻസ്. ലെറ്റസ് കൺസിഡർ, നമ്മൾ ഈ കാണുന്നത് ഒരു രണ്ട്, നമ്മളിപ്പോ ഈ പറയുന്ന സർഫസിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്, ഒരു ഇലക്ട്രിക്കൽ അനലോഗി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ആണ് ജി, ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഇ ബി എന്നുള്ളതാണ്. ലെറ്റസ് കൺസിഡർ ദിസ് ആസ് ആൻ ഇ ബി. ആൻഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, പ്ലസ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നോഡ് എന്താണ്, ജെ ആണ്. ജെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വരുന്ന റേഡിയോസിറ്റി ജെ ഒരു നോഡാണ്, അടുത്ത നമുക്ക് വരുന്നതാണ് എന്തെന്നുള്ളത് ജി, അതിന് പകരം നമ്മൾ എന്താണ്, എമിസീവ് പവർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ക്യൂ നെറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഇപ്പൊ ഇത് വെച്ച് നമുക്ക് എഴുതിക്കൂടെ, ക്യൂ നെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു, ഇ ബി മൈനസ് ജെ ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ. കണ്ടോ, ഇത് സെയിം ആസിസ് നമ്മൾ നേരത്തെ കണ്ടക്ഷനിൽ പഠിച്ച അതേ എന്ത് തന്നെയാണ്, കണ്ടക്ഷനിൽ നമ്മൾ പഠിച്ച ഏതാണ്, ഇലക്ട്രിക്കൽ അനലോഗി തന്നെയാണ്, അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ എഴുതിയത് ഇ ബിയും ജെയും ആണ് നമ്മുടെ രണ്ട് നോഡെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്, 1 മൈനസ് എപ്സിലോൺ ബൈ എ എപ്സിലോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ടി ഓവറോൾ ഡിവൈഡഡ് ബൈ ആർ, അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇവിടെ നമുക്ക് വരുന്നത് എന്താ, ഇവിടുത്തെ ഡിഫറൻസ് ഇ ബി മൈനസ് ജെ ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ. അപ്പൊ ഇതൊന്ന് എല്ലാവരും ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ഫോർ ദ കേസ് ഓഫ് എന്താണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് നോൺ ദാറ്റ് ഈസ് എന്താണ്, ബ്ലാക്ക് സർഫസ് അല്ല, നോൺ ബ്ലാക്ക് സർഫസ് അല്ലെങ്കിൽ ഒപെക് ആവാം ഗ്രേ സർഫസ് ആണെങ്കിൽ അവിടത്തെ ക്യൂ നെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. എങ്ങനെ വരണ്ടാവുക, ഇ ബി മൈനസ് ജെ ഡിവൈഡഡ് ബൈ എന്ത് വരും, എ എപ്സിലോൺ 1 മൈനസ് ഇ ബി മൈനസ് ജെ ഡിവൈഡഡ് ബൈ, ഒന്നുകൂടെ എഴുതാം, എങ്ങനെ വരുന്നുണ്ടാവുക, ക്യൂ നെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു, ഇ ബി മൈനസ് ജെ ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ, 1 മൈനസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ. ഓക്കെ ആണല്ലോ, അപ്പൊ ഇന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇനി നൗ കൺസിഡർ, ലെറ്റസ് കൺസിഡർ എന്താ പറയുന്നത്, ലെറ്റസ് കൺസിഡർ ദ എക്സ്ചേഞ്ച് ഓഫ് റേഡിയന്റ് എനർജി ബിറ്റ്വീൻ ടു സർഫസ്, എക്സ്ചേഞ്ച് ഓഫ് റേഡിയന്റ് എനർജി ബിറ്റ്വീൻ ടു സർഫസ്, ദാറ്റ് ഈസ് ഒബ്വിയസ്ലി എന്താണ്, നോൺ ബ്ലാക്ക് സർഫസ് ആണ്. നോൺ ബ്ലാക്ക് സർഫസ് എന്തൊക്കെയാണ്, 1 and 2 ആണ്. ഓഫ് ടോട്ടൽ റേഡിയേഷൻ വിച്ച് ലീവ്സ് സർഫസ് 1. മനസ്സിലായോ, ഇപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് നോൺ ബ്ലാക്ക് സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എമൗണ്ട് ശ്രദ്ധിക്കാട്ടോ, അപ്പൊ 1, 2 ആണ്. നോഡ് 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഒന്ന് J1 ഒന്ന് J2 ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, J1 J2 ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ J1 J2 ആണെങ്കിൽ രണ്ട് നോഡെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, എമൗണ്ട് ഓഫ് എനർജി റീച്ചിങ് ദ സർഫസ് 2, സർഫസ് 1 നിന്ന് സർഫസ് 2 റീച്ച് ചെയ്യുന്ന എമൗണ്ട് ഓഫ് റേഡിയന്റ് എനർജി ആണ് എന്തെന്നുള്ളത്, J1 A1 F1 2. ശ്രദ്ധിക്കുക, എന്താ പ്രത്യേകത, അവിടുത്തെ ഏരിയ ശ്രദ്ധിക്കുക, ആദ്യത്തെ സർഫസിൽ നിന്ന് രണ്ടാമത്തെ സർഫസിലേക്ക് പോകുന്ന റേഡിയന്റ് എനർജി ആണ് എന്നുള്ളത് J1 A1 F122. F122 എന്ന് വെച്ചാൽ അവിടുത്തെ ഷേപ്പ് ഫാക്ടർ ആണ്. A1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏരിയ ആണ്, റിഫ്ലക്ട് ചെയ്യുന്ന ഏരിയ ആണ്. അവിടുത്തെ റേഡിയോസിറ്റി ആണ് എന്നുള്ളത് ചെയ്യുന്നുള്ളത്. മനസ്സിലായല്ലോ, സർഫസ് 1-നകത്ത്. സിമിലർലി നമ്മൾ കൺസിഡർ ചെയ്യാണ്, നമ്മൾ സർഫസ് 1 to 2 പകരം നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ എങ്ങനെ വരും, J2
A2 F221, J2 A2 F221. ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ that is total net interchange of heat resistance. Net interchange of heat resistance, that is Q122, that is equal to അങ്ങനെ എഴുതാം J1 A1 F122 minus J2 A2 F221. നമുക്കറിയാം ബൈ റെസിപ്രോക്കേറ്റിംഗ് തിയറം എന്താണ് A1 F122 that is equal to എന്താണ് A2 F221. അങ്ങനെയാണെങ്കിൽ Q122 എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? Q122 എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് എന്തെടുക്കാം? A1 F122 എടുക്കാം. കാരണം F122 that is equal to എന്താണ് F221 ആണ്. അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കി ഡിഫറൻസ് ഉള്ളത് എന്താ? J1 minus J2 ആണ്. ഡിഫറൻസ് ഉള്ളത് എന്താണ്? J1 minus J2 ആണ്. ഫ്രം ദിസ് ഇക്വേഷൻ ഇവിടത്തെ Q122 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? Q122 ഇവിടെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? J1 minus J2 ഹോൾ ഡിവൈഡഡ് ബൈ 1 divided by A1 F122. A1 F122. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 1 divided by A1 F122 നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എന്താണ് സ്പേസ് റെസിസ്റ്റൻസ്. ഏതിലാക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലാക്കുകയാണെങ്കിൽ അവിടെ വരുന്ന സ്പേസ് റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് 1 divided by A1 F122. കേട്ടല്ലോ, മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് സ്പേസ് റെസിസ്റ്റൻസ്. ബിക്കോസ് അതിനെന്താണ് നമുക്കറിയാം അവിടെ ഷേപ്പിനനുസരിച്ച് ഡ്യൂ ടു ജോമെട്രിയുടെ അനുസരിച്ച് റേഡിയേറ്റിംഗ് ബോഡി എന്ത് ചെയ്യുന്നുണ്ടാവും? റേഡിയേഷൻ വ്യത്യാസം വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ് രണ്ട് നോൺ ബ്ലാക്ക് സർഫസ് കൺസിഡർ ചെയ്യാണ്, രണ്ട് നോഡുകൾ കൺസിഡർ ചെയ്യാണ് J1 J2 ആണെങ്കിൽ. ഈ നോഡ് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ അനലോഗിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ വരുന്ന സ്പേസ് റെസിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത് 1 by A1 F122. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് നോഡാണ് J1 J2, അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ അനലോഗി ആയിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ Q122 എന്ന് പറയുമ്പോൾ അങ്ങനെ വരും, ഇവിടെ തന്നെ വരുന്നതാണ്. ഇങ്ങനെ വരുന്നുണ്ടാവും J1 minus J2 divided by 1 by A1 F122. ഈ J1 J2 രണ്ട് നോഡുകളാണ്. 1 by A1 F122 എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ സ്പേസ് റെസിസ്റ്റൻസ് ആണ്. കിട്ടിയല്ലോ? അപ്പൊ ഈ കോൺസെപ്റ്റ് കിട്ടിയല്ലോ? ഇപ്പൊ രണ്ട് EBയും J ആണ് വരുന്നെങ്കിൽ അത് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? EB J എന്നുള്ളത് രണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളിപ്പം ഒപെക് ആണ്, ഗ്രേ സർഫസ് ആണ്, ഒപെക് സർഫസ് ആണ്, അല്ലെങ്കിൽ ഒപെക്കും നോൺ ബ്ലാക്കും ആണ്. ഒപെക് ഗ്രേ ഡിഫ്യൂസ് സർഫസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? EB minus J divided by 1 minus epsilon into A epsilon. അതേസമയം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് നോൺ ബ്ലാക്ക് സർഫസ് മാത്രമാണെന്ന് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? J1 minus J2 divided by 1 by A1 F12. ഓക്കെ, കിട്ടിയല്ലോ? ഇനി അടുത്തൊരു കോൺസെപ്റ്റും കൂടെ നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നോക്കാം. ശ്രദ്ധിക്കുക. ഇഫ് ദ സർഫസ് റെസിസ്റ്റൻസ് ഓഫ് ദ ടു ബോഡീസ് അപ്പൊ നമ്മൾ രണ്ട് ബോഡി നമ്മൾ കൺസിഡർ ചെയ്തു. രണ്ട് ബോഡി എന്നുള്ളത് ഏതാണ്? J1 and J2 എന്നുള്ളതാണ് രണ്ട് ബോഡി. സർഫസ് റെസിസ്റ്റൻസ് ഓഫ് ദ ടു ബോഡീസ് ആൻഡ് സ്പേസ് ബിറ്റ്വീൻ എന്താ പറയുന്നത്? ഇഫ് ദ സർഫസ് റെസിസ്റ്റൻസ് ഓഫ് ദ ടു ബോഡീസ് ആൻഡ് സ്പേസ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് കൺസിഡർഡ്, ദെൻ നെറ്റ് ഹീറ്റ് ഫ്ലോ ക്യാൻ ബി റെപ്രസെന്റ് ബൈ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പൊ നെറ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ഗ്രേ സർഫസ് ഈസ് ഗിവൺ ബൈ. ശ്രദ്ധിക്കാം, ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യം നമുക്ക് പറഞ്ഞേക്കണം എന്താ? ഇഫ് ദ ടു രണ്ട് ബോഡീസ് ആണ്, രണ്ട് ബോഡി എന്നുള്ളത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു? J1 and J2 എന്നുള്ളത് കൺസിഡർ ചെയ്തു. മനസ്സിലായല്ലോ? രണ്ട് ബോഡി J1 and J2 നമ്മൾ കൺസിഡർ ചെയ്തു. അതിനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? നമ്മളൊരു സ്പേസ് റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, J1 J2 അതാണ് എന്ത് പറയുന്നത്? 1 by A1 F12. നേരത്തെ നമ്മൾ പഠിച്ച അതേ കോൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? ഇനി നമ്മളെടുത്ത് പറഞ്ഞത് എന്താണ്? എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ഗ്രേ സർഫസ് ആണ്. ഇനി ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന രണ്ട് ഗ്രേ സർഫസ് ആണ്. EB1 എന്ന് പറയുന്നത് ഒരു ഗ്രേ സർഫസ് ആണ്, EB2 എന്ന് പറയുന്നത് ഒരു ഗ്രേ സർഫസ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കൽ അനലോഗി എങ്ങനെയാണ് വരിക? നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ നമുക്ക് വരയ്ക്കാണ്. നമ്മൾ മനസ്സിലായല്ലോ? ആദ്യം തന്നെ മനസ്സിലാക്കുക. നമുക്ക് മനസ്സിലായ കാര്യം ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ആദ്യം നമ്മൾ J1 ടു നോൺ ബ്ലാക്ക് സർഫസ്, J1 J2 രണ്ട് നോൺ ബ്ലാക്ക് സർഫസ് ആണ്. ഇതിന് രണ്ട് സ്പേസ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ രണ്ടും കണക്ട് ചെയ്ത് എന്ത് ചെയ്തു? ഒരു സ്പേസ് റെസിസ്റ്റൻസ് വെച്ചു. അപ്പൊ ആ സ്പേസ് റെസിസ്റ്റൻസ് ആണ് 1 by A1 F122. ഇനി എന്താ പ്രത്യേകത? നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഗ്രേ സർഫസ് ഉണ്ട്. അപ്പോൾ അഗെയിൻ നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഗ്രേ സർഫസ് 1 നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക ഗ്രേ സർഫസ് 2. അപ്പൊ ഈ ഗ്രേ സർഫസ് എന്നുള്ളത് ഒന്ന് EB1 ഉം രണ്ടാമത്തെ ഇവിടെ വരുന്നത് എന്താണ്? EB2 ആണ്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇവിടത്തെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത് എന്താണ്? 1 minus epsilon 1 divided by A1 epsilon 1. ഇവിടത്തെ ആവുമ്പോൾ എങ്ങനെ വരും? 1 minus epsilon 2 divided by A2 epsilon 2. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Q നെറ്റ് കണ്ടുപിടിക്കണം.
ക്യൂ നെറ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിന് ആദ്യമേ തന്നെ ഇത് രണ്ടിനും കൂടെ ഒറ്റൊരു കോൺസെപ്റ്റ് ആക്കുക ഫസ്റ്റ് കേസ്. അപ്പോ ക്യൂ നെറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വരുന്നത് എന്താണ്, EB1 EB2 ആണ്. അപ്പൊ നമുക്ക് ക്യൂ നെറ്റ് അല്ലെങ്കിൽ Q122 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് EB1 മൈനസ് EB2 ഹോൾ ഡിവൈഡഡ് ബൈ EB1 divided by EB2, EB1 minus EB2 divided by total resistance. Total resistance പറഞ്ഞാൽ ഫസ്റ്റ് കേസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം 1 minus emissivity 1 divided by A1 epsilon 1 plus 1 divided by A1 F122 plus 1 minus epsilon 2 divided by A2 epsilon 2. ഇതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തഡോളജി. ഇതങ്ങനെ നമുക്ക് ഈ വാല്യൂസ് എല്ലാം അറിയാമെങ്കിൽ നമുക്ക് ഡയറക്ട്ലി സിംപ്ലിഫൈ ചെയ്യുകയാണ് നമ്മുടെ ഏറ്റവും എളുപ്പമുള്ള മാർഗം. നമുക്ക് ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ. ഇത് മാത്രം അറിഞ്ഞാൽ മതി കേട്ടല്ലോ. 3 നെറ്റ്വർക്ക് അനലോഗി ഇതൊന്ന് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അങ്ങനെ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടല്ലോ. ഈ ഒറ്റ ഇക്വേഷൻ ശ്രദ്ധിക്കാം. ഈ ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. EB എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക, സിഗ്മ T⁴ ആണ്. അപ്പൊ EB1 മൈനസ് EB2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ T1⁴ മൈനസ് T2⁴. ഇനി ഇതിനെ നമ്മൾ ഏരിയ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും, ഇവിടെ നമുക്ക് A1 എന്ന് വരും, ഹോൾ ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈങ് എന്താണ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ A1. അപ്പൊ നമുക്ക് എങ്ങനെ വരും 1 മൈനസ് η1 ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് മോളിൽ നമ്മൾ A1 മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ വരുമ്പോഴോ അപ്പൊ A1 എപ്സിലോൺ 1 പ്ലസ് ഇനി A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പോയി, ഇവിടത്തെ A1 ക്യാൻസൽ ആയി പോയി, ഇത് ക്യാൻസൽ ആയി പോകും. അപ്പൊ എങ്ങനെ വന്നു 1 ഡിവൈഡഡ് ബൈ F122 പ്ലസ് ബാക്കി എന്തുണ്ട് 1 മൈനസ് എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 2 ഇൻറ്റു എന്താ പ്രത്യേകത, ഓൾറെഡി ഇവിടെ എന്തുണ്ട് A2 ഉണ്ട്. അപ്പൊ A1 ആഡ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും A1 ബൈ A2. ഇതാണ് നമ്മുടെ ഈക്വേഷൻ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഈക്വേഷൻ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, എനെ കോമൺ ആയിട്ട് എടുക്കുവാണ്. A1 എന്നുള്ളതിനെ കോമൺ ആയിട്ട് A1 സിഗ്മ T1⁴ എന്നുള്ള കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ടൈംസിന് മൊത്തത്തിൽ നമ്മൾ എന്തെടുത്തു, FG ഓഫ് 122 എന്നെടുത്തു, FG ഓഫ് 122. അങ്ങനെയാണെങ്കിൽ FG ഓഫ് 122 എന്ന് പറയുന്നത് എന്താണ്, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എന്താണ് എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 1 1 ഡിവൈഡഡ് ബൈ F122 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 2 ഇൻറ്റു A1 ബൈ A2. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേ ബോഡി ഫാക്ടർ, EG. ഇതിനെ നമ്മൾ പറയാ FG122 എന്നാണ്, FG122. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേ ബോഡി ഫാക്ടർ. ശ്രദ്ധിക്കുക, ഇത്രയൊന്നും വേണമെന്നില്ല. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി, ഈ ഒരൊറ്റ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടല്ലോ. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കാം. ഇത് നമ്മൾ ഇതിനെ കുറച്ചും കൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. When exchange of heat takes place between two black surface, the surface resistance becomes 0. നമ്മൾ ശ്രദ്ധിക്കാം എന്താണ്, രണ്ട് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ രണ്ട് ബ്ലാക്ക് സർഫസ് ആണ്. ബ്ലാക്ക് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, അവിടെ സർഫസ് റെസിസ്റ്റൻസ് എന്തായിരിക്കും 0. അപ്പൊ എന്താ പ്രത്യേകത, എമിസിവിറ്റി 1 എമിസിവിറ്റി 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു, 1 വന്നു. എമിസിവിറ്റി 1 അല്ലെങ്കിൽ എമിസിവിറ്റി 2 എന്നുള്ളത് എന്തായിട്ട് വന്നു, 1 ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പ്രത്യേകത, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ FG122 എന്നുള്ളത് ചേഞ്ചസ്, അത് എന്തായിട്ട് മാറും, F122 ആയിട്ട് മാറും. FG122 എന്നുള്ളത് എന്തായിട്ട് മാറും F122. ഗ്രേ ബോഡി ഫാക്ടർ എന്നുള്ളത് എന്തായിട്ട് മാറും 122 ആയിട്ട്. കാരണം എന്താ, ഇവിടെ നമുക്ക് എന്തില്ല, ഗ്രേ ബോഡി ഫാക്ടറിന്റെ എല്ലാ ടേംസും എന്ത് പോയി, 0 ആയിട്ട് പോയി. കാരണം അവിടെ എന്താ പ്രത്യേകത, എമിസിവിറ്റി എന്തായി 1 ആയിട്ട് പോയി. അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത് അവിടെ നമ്മൾ വരുന്ന സ്പേസ് റെസിസ്റ്റൻസ് എന്തായിട്ട് പോയി, 0 ആയിട്ട് പോയി. അപ്പൊ നമ്മളവിടെ യൂസ് ചെയ്യാൻ എന്താണ്, കോൺഫിഗറേഷൻ ഫാക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ് എനർജി എന്നുള്ളത് രണ്ട് ബ്ലാക്ക് സർഫസ് തമ്മിലാണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു Q നെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്, F122 സിഗ്മ എങ്ങനെ വരും, T1⁴ മൈനസ് T2⁴. ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ, ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ടു ബ്ലാക്ക് സർഫസ് ആവുമ്പോൾ എന്താ പ്രത്യേകത, A1 F122 into സിഗ്മ T1⁴ മൈനസ് T2⁴ ആവും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കുറച്ച് കേസുകൾ മാത്രം ഡിസ്കസ് ചെയ്തെന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നോക്കാം, നമുക്ക് കൺസിഡർ ചെയ്യുന്നത് എത്രയാണ്. ഫസ്റ്റ് കേസ് 1, വെൻ റേഡിയേറ്റിംഗ് ബോഡീസ് ആർ ഇൻഫൈനൈറ്റ് പാരലൽ പ്ലെയിൻ.
നമ്മൾ രണ്ട് റേഡിയേറ്റിംഗ് ബോഡീസ് എടുത്തു. അത് വളരെ ഇൻഫൈനൈറ്റ് ആണ്, ലോങ് ആണ്, പാരലൽ പ്ലെയിൻ ആണ്. അപ്പോ എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുക? അവിടെ പ്രത്യേകത എന്താണ്? A1 ഈക്വൽ ടു A2. ഇൻ കേസ് A1 ഈക്വൽ ടു A2 ആണ്. അപ്പൊ നമുക്കറിയാം ഇൻഫൈനൈറ്റ് ആൻഡ് പാരലൽ പ്ലെയിൻ ആവുമ്പോൾ അവിടുത്തെ ഷേപ്പ് ഫാക്ടർ F122 എന്നുള്ളത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. F122 എന്നുള്ളത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എന്താ പ്രത്യേകത? FG ദാറ്റ് ഈസ് ഗ്രേ ബോഡി ആണ് കേട്ടോ. ഗ്രേ ബോഡി ഫാക്ടർ 122 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഗ്രേ ബോഡി ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താ? നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്, നമ്മളെടുത്ത് എഴുതിയിരിക്കുന്നു കേട്ടോ. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 1 പ്ലസ് 1 ബൈ F122. ആ F122 എന്നുള്ള എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. പ്ലസ് 1 മൈനസ് എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 2. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ആ 1ഉം 1ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? 1ന്റെ മൊത്തം നമുക്ക് നെഗറ്റീവ് ആയി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ എപ്സിലോൺ 1 പ്ലസ് 1 ബൈ എപ്സിലോൺ 2 മൈനസ് എന്ത് വരും? 1 വരും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ കേട്ടോ. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അത്ര നിർബന്ധമില്ല, ശ്രദ്ധിക്കുക. ഒന്ന് പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഈ പോയിന്റ് വരെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ, ഈ ഇക്വേഷൻ വരെ. ഓക്കെ, അടുത്തൊരു കേസും കൂടെ എടുക്കാം. വെൻ ദ റേഡിയേറ്റിംഗ് ബോഡീസ് ആർ കോൺസെൻട്രിക് സിലിണ്ടേഴ്സ്. നമ്മുടെ റേഡിയേറ്റിംഗ് ബോഡീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ആണ്. കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ സ്ഫിയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞു ഇൻഫൈനൈറ്റ് പാരലൽ പ്ലെയിൻ. അതുപോലെ തന്നെ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആണെങ്കിൽ അവിടെ എന്താ വരുന്നുണ്ടാവുക? F122 എന്നുള്ള ഗെയിൻ എന്ത് വരും? F122 എന്നുള്ള എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. F122 എന്നുള്ള എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. അവിടെ ഏരിയ രണ്ടും സെയിം ആവണമെന്നില്ല. F122 എന്നുള്ള എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. ഏരിയ സെയിം ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേ ബോഡി ഫാക്ടർ 122 എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ എന്താണ്? 1 മൈനസ് എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 1 പ്ലസ് F122 എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. പ്ലസ് 1 മൈനസ് എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 2 ഇൻറ്റു A1 ബൈ A2. ഇവിടെ A1 ബൈ A2 വരാതിരിക്കാം, 1 ആയിട്ട് പോയി. കാരണം എന്താ? അവിടെ രണ്ടും സെയിം ആണ്. ഇവിടെ എന്താണ്? സെയിം അല്ല. അതുകൊണ്ട് എന്ത് വന്നു? A1 ബൈ A2 വന്നു. ഇനി A1 ബൈ A2 എന്ന് പറഞ്ഞാൽ എന്താ? പൈ D1 ഇൻറ്റു L ഡിവൈഡഡ് ബൈ പൈ D2 ഇൻറ്റു L. D1ഉം L ഉം പൈയും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? D1 ബൈ D2 ഉണ്ട്. D1 ബൈ D2 എന്ന് പറഞ്ഞാൽ എന്താ? R1 ബൈ R2 ആണ്. ഓക്കെ, കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആണെങ്കിൽ അതേ സമയം എന്ത് വരും? A1 ബൈ A2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 പൈ R1 സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ R2 സ്ക്വയർ. 4 പൈയും 4 പൈയും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? R1 സ്ക്വയർ ഡിവൈഡ് ബൈ R2 സ്ക്വയർ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പോകാം. അടുത്തൊരു കാര്യമാണ്, വെൻ നമ്മൾ സ്മോൾ ബോഡി ലൈസ് ഇൻസൈഡ് എ ലാർജ് എൻക്ലോഷർ. നമ്മൾ കൺസിഡർ ചെയ്യുവാണ് ഒരു ചെറിയൊരു ബോഡിയാണ്, അത് കൺസിഡർ ചെയ്യുന്നത് എൻക്ലോസ് വലിയൊരു എൻക്ലോഷറിന്റെ ഉള്ളിലാണ്. അത് എന്ത് വേണമെങ്കിൽ ആവാട്ടോ. അങ്ങനെയാണെങ്കിൽ അഗെയിൻ എന്ത് വരും? F122 എന്ന് പറയുന്നത് എന്ത് വരും? ഷേപ്പ് ഫാക്ടർ 122 എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും. ഷേപ്പ് ഫാക്ടർ 122 എന്നുള്ളത് എന്ത് വരും? 1 വരും. അവിടെ നമുക്കറിയാം A1 എന്നുള്ളത് ലെസ് ദാൻ ലെസ് ദാൻ A2 ആണ്. A1 ലെസ് ദാൻ A2 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? A1 ബൈ A2 എന്നുള്ളത് എന്തായിട്ട് പോകും? ദാറ്റ് ഈസ് നിയർ ബൈ എന്ത് വരും? 0 ആയിട്ട് പോകും. A1 ബൈ A2 എന്നുള്ളത് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഗ്രേ ബോഡി ഫാക്ടർ FG122 എന്നുള്ളത് എങ്ങനെ വരും? നമുക്കറിയാം ആ A1 ബൈ A2 എന്നുള്ള ടേം 0 ആയിട്ട് പോയില്ലേ? ആ ടേം മൊത്തം 0 ആയിട്ട് പോയില്ലേ? F122 എന്നുള്ളത് 1 ആയില്ലേ? ബാക്കി ഉള്ളത് നമുക്ക് എടുത്ത് എഴുതാം. അപ്പൊ FG122 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 1 പ്ലസ് എന്ത് വരും? 1 എന്ന് വരും. ഇതാണ് നമ്മുടെ എന്തെന്നുള്ളത് 3 കേസുകൾ നമുക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാവരും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ ഇത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.